ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പഞ്ഞി പോലെ സോഫ്റ്റായ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? ഇതാ കണ്ടില്ല എത്ര സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നു നോക്കിയാൽ. വാവ്, നല്ല ചൂടുണ്ടിട്ടാ ഉമ്മാൻ്റെ കൈയൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഈ ഒരു കപ്പിൽ 250 ml കപ്പാണ്. ഇതിൽ 1.5 കപ്പ് പച്ചരി എടുത്തൊരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. അങ്ങനെ കുതിർത്തെടുത്ത അരിയാണ് കേട്ടോ വെള്ളം ഊറ്റി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അരക്കപ്പിൻ്റെയും 1/4 കപ്പിൻ്റെയും ഇടയിൽ ചോറെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളത്തിലിട്ടിട്ട് മെൽട്ടാക്കി എടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് അരിപ്പയിലൂടെ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഒരു പകുതി തേങ്ങൻ്റെ കൊത്താണ് കേട്ടോ ഇത്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഇത് ബ്രൗൺ കളറായി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമ്മൾ അരച്ചെടുത്ത ബാറ്ററിയില്ലേ, അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഗീയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് അമൃതം പൊടിയില്ലേ, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ. അതൊരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്ര തന്നെ വെറൈറ്റി മോഡേൺ പലഹാരങ്ങളൊക്കെ വന്നാലും എനിക്കിഷ്ടം ഈ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെ പഴയ മലബാർ സ്നാക്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഏതാ ഇഷ്ടം? അപ്പോൾ ഇതാ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്ത കുറച്ച് സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ. മലബാർ സ്നാക്സും പിന്നെ സ്ട്രീറ്റ് സ്റ്റൈൽ സ്നാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടോക്കാം കേട്ടോ. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എടുക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ 4 മണിക്കൂറെങ്കിലും വെച്ചാൽ അത്രയും സോഫ്റ്റ് ആയിരിക്കും, അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസ് ബാറ്റർ തന്നെ ആയിരിക്കണം. അങ്ങനെ ഇതാ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഇതിങ്ങനെ ഓരോരു കുഴിയിലേക്കും ഇങ്ങനെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കലാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ബ്രൗൺ കളറായാൽ കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈസി റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.